കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാമെന്ന സാഹചര്യമാണ്. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ ഇനിയൊരു മുന്നണി മാറ്റ ചർച്ചകൾക്ക് സാധ്യതയല്ലാത്ത രീതിയിലുള്ള സമയം അത് ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് ഒരു വെടിനിർത്തൽ സ്വാഭാവികമായും പാർട്ടിയിൽ അവർക്കിടയിൽ ഉണ്ടാവും. അങ്ങനെ ഉള്ളൊരു കാഴ്ചകൾ നാളെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. നാളെ ഞായറാഴ്ചയാണ്, പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരള കോൺഗ്രസിൻ്റെ ഈ അസാധാരണ സാഹചര്യങ്ങളെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ്. ഒരു പിളർപ്പുണ്ടായാൽ ജോസിനെ UDFിൻ്റെ ഭാഗമാക്കാനാണ് നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇനിയും നാടകീയ നീക്കങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന പ്രതീക്ഷ കോൺഗ്രസിന് പൊതുവിലുണ്ട്. കാരണം എന്തും സംഭവിക്കാമെന്ന സാധ്യതയാണ്. കാരണം അതേ രീതിയിലാണ് പ്രശ്നങ്ങൾ പോകുന്നത് എന്നതാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, കേരള കോൺഗ്രസിൻ്റെ ഈ സാഹചര്യങ്ങൾ കോൺഗ്രസ് നിരീക്ഷിക്കും. കാരണം അവരെ സംബന്ധിച്ച് രണ്ട് സാധ്യതയാണ്. ഒന്ന്, ഇടതുമുന്നണിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാം. മറ്റൊന്ന്, ജോസിനെ ഒപ്പം കിട്ടുന്നു എന്ന സാധ്യത. പക്ഷേ ഇത് സാധ്യമാകുമോ ഇല്ലയോ എന്ന കാര്യം തെളിയിക്കേണ്ടതാണ്. എന്തായാലും കോൺഗ്രസ് ഇതിനെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട വിശദീകരണം ഈ മധ്യമേഖലാ ജാഥയ്ക്ക് ജോസ് കെ മാണി ക്യാപ്റ്റനായി എത്തുമോ എന്നൊരു ആശയക്കുഴപ്പം നിലനിന്നിരുന്ന സമയത്ത് അത്തരത്തിലുള്ള ചർച്ചകൾക്ക് സാധ്യതയേറെയായിരുന്നു. കോൺഗ്രസ് നേതൃത്വവും അതിനെ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കിക്കണ്ടത്. അതായത് മധ്യ കേരളത്തിൽ കോൺഗ്രസിന് കരുത്ത് കൂട്ടാൻ കേരള കോൺഗ്രസ് എമ്മിനെ കൂടി ഒപ്പം ചേർത്താൽ കഴിയും. അത് വലിയ തരത്തിൽ നേട്ടമായി മാറും. 2021 തിരിച്ചടി മറികടക്കാൻ അത് വഴിവെക്കുമെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മധ്യമേഖല ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ജോസ് കെ മാണി തന്നെ എത്തുകയും പല വേദികളിലും UDFിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ജോസ് കെ മാണി തന്നെ പലതവണ സംസാരിക്കുകയുമൊക്കെ ചെയ്ത സാഹചര്യം. മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ ഭരണ നേട്ടങ്ങൾ ആവർത്തിച്ച് ഓരോ വേദികളിലും പരസ്യമായി വ്യക്തമാക്കുന്ന നിലപാടുകൾ, പ്രതികരണങ്ങൾ, അതിനൊക്കെ ശേഷം അങ്ങനെ ഒരാൾ പെട്ടെന്ന് പാർട്ടി പിളർന്ന് UDFിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ അത് എത്ര കണ്ട് പ്രവർത്തകർ ഉൾക്കൊള്ളും, അതിനോട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ പ്രതികരണം എന്താകും എന്നതടക്കമുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഈ സീറ്റുകൾക്ക് വേണ്ടി താല്പര്യം വെച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങുന്ന പല നേതാക്കൾക്കും കേരള കോൺഗ്രസ് എമ്മിനെ പാർട്ടിയിലെത്തിക്കുന്ന നീക്കത്തോട് ഒരു തരത്തിലും ആദ്യഘട്ടം മുതൽ തന്നെ യോജിപ്പുണ്ടായിരുന്നില്ല. മാത്രമല്ല, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും ഒരുപക്ഷെ ഏറ്റവും ശക്തമായൊരു നിലപാട്, എതിർപ്പ് ഈ വിഷയത്തിൽ അറിയിച്ചത് ജോസഫ് വിഭാഗം തന്നെയാണ്. PJ ജോസഫിന്റെ പല പ്രതികരണങ്ങളും അത് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു. അങ്ങനെ ഒരു ഔദ്യോഗികമായ ചർച്ചകൾ നടത്തിയിട്ടില്ല, തങ്ങളുടെ താല്പര്യമല്ല എന്ന തരത്തിൽ പരസ്യ നിലപാടുകളിലേക്ക് ജോസഫും മോൻസും ഉൾപ്പെടെയുള്ള നേതാക്കൾ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്. എന്തായാലും നിലവിൽ അങ്ങനെ ഒരു പിളർപ്പ് കേരള കോൺഗ്രസ് എമ്മിൽ ഉണ്ടാകും എന്ന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കരുതുന്നില്ല എന്നാണ് നമുക്ക് പ്രധാനപ്പെട്ട നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, പക്ഷേ അതൊക്കെ പരിഹരിക്കപ്പെടുന്ന തരത്തിൽ മാത്രമാണ്. അതല്ലാണ്ട് പ്രതീക്ഷയ്ക്ക് വഴിവെക്കുന്ന തരത്തിലുള്ള ഒരു പിളർപ്പിലേക്ക് കേരള കോൺഗ്രസ് എം നീങ്ങും എന്ന ഒരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിന് നിലവിലില്ല. അതുകൊണ്ട് അത്തരമൊരു കൂടിയാലോചനകളിലേക്ക്, ചർച്ചകളിലേക്ക് ഒന്നും ഇപ്പോൾ കടക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് ഔദ്യോഗികമായി കോൺഗ്രസ് നേതൃത്വം. എന്തായാലും ഇന്നലെ ഉണ്ടായ സാഹചര്യമല്ല, ഇന്ന് വെടിനിർത്തലിൻ്റെ ഒരു മൂഡാണ്. സ്വാഭാവികമായ ഒരു പ്രകടനമായിരിക്കും ഇനി ഉണ്ടാവുക. നാളത്തെ ദിവസം നിർണായകമാണ്. നേതാക്കൾ ഒന്നിച്ചിരുന്നുള്ള നീക്കമുണ്ടാവും. അപ്പോൾ കോൺഗ്രസ് പക്ഷേ ഈ ആശയക്കുഴപ്പങ്ങൾ മുന്നണി എന്ന രീതിയിൽ അവർക്ക് അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസിൻ്റെ മണ്ഡലങ്ങളിൽ അണികൾക്കിടയിലെ ആശയക്കുഴപ്പം സ്വാഭാവികമായും സംഘടന സാധ്യതയാക്കി മാറ്റാൻ ഉപദേശിക്കുന്നുണ്ട്. എന്തായാലും വിദൂരമെങ്കിലും കേരള കോൺഗ്രസിൻ്റെ ഒരു പിളർപ്പ് തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും മുന്നിൽ കാണുന്നുണ്ട്. ആ സാധ്യത UDFിന് പുതിയ പ്രതീക്ഷകൾ നൽകുന്നതുമുണ്ട്. കോൺഗ്രസ് നിരീക്ഷിക്കുകയാണ് സാഹചര്യങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.